ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളതെന്നും അതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് വീണ്ടും സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം വന്നതും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ കഴിവതും നിങ്ങൾ മുഴുവനും കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കൊറിയർ ചാർജിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത്, അപ്പൊ നമ്മളെ പ്ലാന്റ് കാണിക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് കണ്ടു തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റ്സിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 230 രൂപയാണ് കേട്ടോ. അപ്പൊ 230 രൂപയ്ക്ക് നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള ഒരു ഡാർക്ക് പിങ്കും ഒരു റെഡും ഷെയ്ഡും കൂടെ കയറി വന്നിട്ടുള്ള ബുഷി ആയിട്ടുള്ള പോട്ടാണ് നമുക്ക് 230 രൂപയ്ക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. പ്ലാന്റിന് ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല, ഈ ഒരു ഹൈറ്റ് ആണ് പ്ലാന്റിന് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു പോട്ടിൽ നമുക്ക് 2 ഷൂട്ടിൽ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. വലുതും ചെറുതായിട്ട് 2 ഷൂട്ടിൽ കൂടുതൽ വരുന്നുണ്ട്. ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത്. റേറ്റ് 230 രൂപയാണ് വരുന്നത്. അപ്പൊ അതേ സെയിം ഇതിൽ വരുന്ന 2-3 പ്ലാന്റ്സ് കൂടെ ഉണ്ട്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ്, ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇത് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് നമുക്ക് 230 രൂപയാണ് വരുന്നത്. അതിനെക്കാട്ടി കുറച്ചും കൂടെ ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഈ ഒരു സൈസിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 230 രൂപയാണ് കേട്ടോ. അപ്പം 230 രൂപയുടെ പ്ലാന്റ്സ് അത്രയാണുള്ളത്. പിന്നെ നമുക്കൊരു ഫയർ റെഡിന്റെ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഒരു മദർ പ്ലാന്റും ഒരു ബേബി പ്ലാന്റും കൂടെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം നല്ല സൈസ്, ഒരു ലീഫൊക്കെ ഈ ഒരു സൈസിൽ വന്നിട്ടുള്ള ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ്. നല്ല റെഡ് കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 275 രൂപയാണ് കേട്ടോ. ഈ 2 ഷൂട്ടിനും കൂടെ ചേർത്തിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. അപ്പം അടുത്തത് നമുക്ക് വേറെ കുറച്ച് പ്ലാന്റ്സ് കൂടെ ഉണ്ട്. നമ്മുടെ പിങ്ക് ഡാൽമേഷ്യന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട്. പിങ്ക് ഡാൽമേഷ്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ഗ്രീനും അതേപോലെ തന്നെ പിങ്ക് കളറും കൂടെ ലീഫാണ് വരുന്നത്. ഇതേപോലെ ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഡോട്ട് പോലെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷ്യൻ. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. റേറ്റ് നമുക്ക് വരുന്നത് 270 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. 270 രൂപയാണ് കേട്ടോ വരുന്നത്. അടുത്ത നമ്മുടെ കൊച്ചിൻ പിങ്കിന്റെ ജയ്പോങ് പിങ്കിന്റെ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു ലീഫൊക്കെ ഇങ്ങനത്തെ കളറാണ് വരുന്നത്. ഗ്രീനും പിങ്കും ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 250 രൂപയാണ് കേട്ടോ. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത്. അടുത്ത വന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ട്സ് വന്നിട്ടുണ്ട്. ഇതിൽ 2 ഷൂട്ടും പിന്നെ കുഞ്ഞു കുഞ്ഞു ബേബി ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് വരുന്നത്. 2 ഷൂട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒരേ സൈസിലുള്ളതാണ്. ബട്ടർഫ്ലൈ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ആണ്. അപ്പൊ ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈയുടെ 2 നല്ല മെച്യൂർ പ്ലാന്റ്സ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 375 രൂപയാണ് കേട്ടോ. ഈ 2 ഷൂട്ടിനും കൂടെയുള്ള ഈ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് 375 രൂപയാണ്. അതേ സെയിം ബട്ടർഫ്ലൈയുടെ തന്നെ അടുത്ത വേറൊരു ബുഷി പോട്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ഈ കൊച്ചിൻ പീച്ചിന്റെ കുറച്ച് പ്ലാന്റ്സ്, നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ കൊച്ചിൻ പീച്ച് എന്ന് പറയുന്നത്. നല്ല ഒരു പീച്ചും ഗ്രീനും ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഇതിന്റെ സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയുള്ള രീതിയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റൂട്ടഡ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 350 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത്. എല്ലാം ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കൊച്ചിൻ പീച്ചിന്റെ പ്ലാന്റ്സ് ആണ്. റേറ്റ് വരുന്നത് 350 രൂപയാണ്. അടുത്ത നമ്മുടെ 10 ക്യാരറ്റിന്റെ നല്ല മദർ പ്ലാന്റ്സ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡും അതേപോലെ പാറ്റേൺ ഒക്കെ കയറി വന്നിട്ടുള്ള നമ്മുടെ 10 ക്യാരറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസാണ് വരുന്നത്. പ്ലാന്റിന് ഇത്രയും നീളം വരുന്നുണ്ട്. നല്ല ബുഷി ആയിട്ടുള്ളത്, നല്ല ഹെൽത്തി ആയിട്ടാണ്. അതേപോലെ തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട്. ഈ ഒരു ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റിന്. അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 375 രൂപയാണ്. മദർ പ്ലാന്റ് ആണ് കേട്ടോ. പുതിയതായിട്ട് ബേബി ഷൂട്ട്സ് ഒക്കെ വരാൻ പരുവായിട്ടുള്ള മദർ പ്ലാന്റ് ആണ്. ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത്.
റേറ്റ് വരുന്നത് 375 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത്. നമ്മുടെ 10 ക്യാരറ്റിന്റെ തന്നെ വേറൊരു പ്ലാന്റ് ഉണ്ട്, അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി പോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും വെറൈറ്റിയാണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടുതരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതെല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണുള്ളത്. ഇപ്പൊ ഒരു പ്ലാന്റ് തന്നെ കൂടിപ്പോയാൽ ഒരു 3-4 പീസ് അത്രേ വന്നിട്ടുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഈ ഇതിൽ നമുക്ക് ഓർഡർ വരുന്നതിൽ ആരാണോ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും മുൻഗണന. മീൻസ് ഇപ്പൊ ആരെങ്കിലും ഒരാൾ വന്ന് ഓർഡർ കൺഫേം ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ അവർ പേയ്മെന്റ് പിറ്റേ ദിവസമായിരിക്കും ചെയ്യുന്നത്. അതിന് മുമ്പ് ചിലപ്പോൾ വേറെ ആരെങ്കിലും വന്ന് പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാൻസ് വരുന്നത്. കാരണം 2-3 പേര് അങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. കാരണം നമുക്ക് വന്നിട്ട് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് പ്ലാൻസ് വരുന്നത്. അപ്പം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമെന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ താല്പര്യം കാണത്തില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നത്. നിങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആ പ്ലാന്റ് സെയിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഫസ്റ്റ് ആരാണ് പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തത് അവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കൊറിയർ ഫെസിലിറ്റിയുടെ കാര്യം കൂടെ പറയണം. നമുക്ക് 2 കൊറിയർ ഫെസിലിറ്റിയാണ് ഉള്ളത്. ഒന്ന് DTDCയും പ്രൊഫഷണലും. പിന്നെ ഒരു കാര്യം പറയാനായിട്ട്, നമ്മുടെ DTDC ആണെങ്കിലും പ്രൊഫഷണൽ കൊറിയർ ആണെങ്കിലും അവരെ ചാർജ് ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. നമ്മളെ മുമ്പത്തെ മിനിമം ചാർജ് വന്നിട്ട് DTDCക്ക് 70 രൂപയും നമ്മുടെ പ്രൊഫഷണൽ കൊറിയറിന് 70 രൂപ തന്നെയായിരുന്നു. അപ്പൊ എല്ലാത്തിനും എല്ലാ സ്റ്റേറ്റ്സിലേക്കും അവർ 10 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മിനിമം ചാർജ് 70-ന്ന് 80 ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോഴും 70 രൂപ തന്നെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് 70 രൂപയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് 70 രൂപ തന്നെയാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഒരു ചേഞ്ച് വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഇപ്പൊ കൂടുതലും ബോക്സുകൾക്ക് അവര് വെയിറ്റിനനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് അല്ല എടുക്കുന്നത്. വോളിയോമെട്രിക് ആയിട്ടുള്ള വെയിറ്റിനനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് ആണ് എടുക്കുന്നത്. അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. സാധാരണ നമ്മളൊരു ബോക്സ് അയക്കുമ്പോഴത്തേക്ക് അതിന്റെ വെയിറ്റ് മെഷർ ചെയ്തിട്ട് എത്ര കിലോ ആണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കൊറിയർ ചാർജ് എടുക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ കൊണ്ട് അയക്കുന്ന ഒരു ബോക്സിന് അവരൊരു മിനിമം സൈസ് വെച്ചിട്ടുണ്ട്. ആ ഒരു സൈസിനെ കാട്ടി കുറച്ചുകൂടെ വലിയ ബോക്സ് ആണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ആ ബോക്സിന്റെ വോളിയം എടുത്തിട്ട് അത് എത്ര കിലോ ആണോ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് ആയിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അയക്കുന്ന ആ ബോക്സിന് 1 kg താഴെ ആയിരിക്കും വെയിറ്റ് വരുന്നത്. പക്ഷെ വോളിയം എടുക്കുമ്പോൾ 1 kg മുകളിൽ വെയിറ്റ് വരെയാണെങ്കിൽ ആ വോളിയത്തിനനുസരിച്ചിട്ടുള്ള ചാർജ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ബോക്സ് കിട്ടുമ്പോഴത്തേക്ക് 1 kg 1 കിലോ പോലും വെയിറ്റ് വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കൊറിയർ ചാർജ് കൂടുതലായി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണിത്. നമുക്ക് ആ വെയിറ്റ് ഇല്ലെങ്കിലും ആ ബോക്സിന്റെ വോളിയം 1 kgക്ക് മുകളിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും കൊറിയർ ചാർജ് എടുക്കുന്നത്. DTDCയിൽ ഇപ്പൊ അത് നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് 2-3 മാസം കൊണ്ടിട്ട് അവർ അങ്ങനെ തന്നെയാണ് കൊറിയർ ചാർജ് എടുത്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റും ഇപ്പൊ അങ്ങനെ തന്നെയാണ് കൊറിയർ ചാർജ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റിന്റെ സർവീസ് ഇല്ല. പക്ഷെ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ അയച്ചാലും വോളിയോമെട്രിക് ആയിട്ടുള്ള വെയിറ്റ് അനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് ആണ് അവരും എടുക്കുന്നത്. പ്രൊഫഷണൽ കൊറിയറിൽ ഇപ്പൊ നിലവിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ കൊറിയർ ചാർജ് വന്നിട്ട് എല്ലാ സ്റ്റേറ്റ്സിലേക്കും 10 രൂപ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളും. ഇപ്പൊ ഇന്നോ നാളെ ആയിരിക്കും നമുക്ക് വീഡിയോ വരുന്നത്. നമ്മൾ പ്ലാൻസ് നെക്സ്റ്റ് വീക്ക് മൺഡേ തൊട്ടിട്ടായിരിക്കും അയച്ചു തുടങ്ങുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ചെറിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ പോട്ടോട് കൂടി വേണമെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും. പോട്ടില്ല, ഒരു 3-4 പ്ലാന്റ്സ് ഒരുമിച്ചാണ് എടുക്കുന്നതെങ്കിൽ പോട്ട് കാണത്തില്ല. പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.